എന്നിട്ട് പറയുന്ന എന്താ ചെയ്യാൻ പോണേ? ഇത് നമ്മുടെ വീട്ടിലെ ഫിഷ് ഫാമിലെ വരാലാണ്. ചാവാത്ത വരാൻ. കാണട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് വരാൽ ഫ്രൈ ഉണ്ടാക്കുന്നു. കയ്യിൽ കാലത്താവാനാവോ? അപ്പൊ നമ്മൾ വരാൽ ഉണ്ടാക്കിയിട്ട് ഓണങ്ങളി കാണാൻ പോകും. അപ്പൊ ഒരു വരാലേ ക്ലീൻ ചെയ്യാൻ ഷോർട്ട് ഇതുണ്ടെന്ന്. വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതില് പുളി ഇട്ട് വെച്ചിട്ട് മീൻ ഇട്ട് വെച്ചിട്ട് കളയാൻ പറ്റുമെന്ന് പറയുന്നു. അറിയില്ല, നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ വരാൽ മറ്റേ വാളംപുളി ഇട്ട വെള്ളത്തിലേക്ക് ചെറു ചൂടാക്കാൻ പാടില്ല. അപ്പൊ മീൻ ഫ്രൈ ആയി ബോയിലാകാൻ നല്ല രസം. അപ്പൊ മീൻ ടേസ്റ്റ് കിട്ടാണ്. ചെറു ചൂടത്തിൽ ഒരു 3 minutes വെക്കാൻ. ഈ മീനാണെങ്കിൽ ചാവണമില്ല. ഇന്ന് ഞാൻ കൊല്ലണ്ടി ബട്ടർ അടിക്കാം കേട്ടാ. നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യുന്നത് ബട്ടറിൽ മാത്രമേ ഞാൻ ഫ്രൈ ചെയ്യുള്ളൂ ഫിഷ്. ഓക്കെ, എന്നിട്ട് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഇതിന് വെള്ളം ഇല്ലെങ്കിൽ ശ്വസിക്കാൻ പറ്റൂടി. ഇതിന് വെള്ളം വേണ്ട. ഇതിപ്പോ എത്ര നേരമായി ചാവാണ്ട്? ഞാൻ ഇപ്പൊ 2 മണിക്കൂർ 6 മണി വെച്ചല്ലേ, 2-3 മണിക്കൂറായിട്ട് ഇപ്പഴും ചത്തിട്ടില്ല. ആ തൊലി ക്ലീൻ ആവാൻ വേണ്ടി ഡിറ്റോ അരക്കണം. കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ജീവനുള്ള മീനെ കൊല്ലണം. പാവുണ്ടാമി. അയ്യോ അയ്യോടാ അയ്യോ, എനിക്ക് വിഷമം. ഇതിനെ മുറിച്ച് മറ്റേ കത്തിക്കാൻ തോന്നുന്നു കേട്ടാ. മീൻ മുറിക്കാൻ ഈ കത്തിയാണോ യൂസ് ചെയ്യാറ്? എങ്ങനെയാണോ കട്ട് ചെയ്യാ? അയച്ചനല്ലേ അറിയില്ല. ഈ മോശമുണ്ടത്. അത് വായ തുറക്കണോ? മൈ ഗോഡ്, സാഡ് ലൈഫ്. കട്ട് ചെയ്യുന്ന 1 മണിക്കൂറുണ്ടോ വീഡിയോ? ഇങ്ങനെ എടുക്കണം. എന്നിട്ട് മൂർച്ച കത്തണേ. ഉണ്ടാവില്ലേ? മറ്റേ കത്തി സ്ട്രോങ് സ്ട്രോങ്. ഈ കത്തിക്ക് മൂർച്ച കൂടുതലാണ്. കൈ മുറിക്കരുതിട്ട്. ആ കോമഡി ആക്കരുത്. ഇതല്ലേ പവർഫുൾ? മുറിച്ചില്ല. 1 മണിക്കൂറായിട്ട് ഒന്നും നടന്നിട്ടില്ല ഗായ്സ്. ഇപ്പോഴും അതിന്റെ തല കിട്ടിയിട്ടില്ല ഗായ്സ്. ഞാൻ കൂടുതൽ പ്രഷർ കൈ മുറിക്കണ്ടെന്ന് വെച്ചിട്ടാ. പിന്നെ ഇതത്ര ഉള്ളൂ. എവിടെ സെപ്പറേറ്റ് ആക്ക്. ഓ ഫൈനലി ആഫ്റ്റർ 1 hour കണ്ണുണ്ട്. വേണ്ട ഇച്ചു പോവാണ് ഗൈസ്. തോൽവി സമ്മതിച്ച് ഇച്ചുതേ ബക്കറ്റുമായി പോണു. അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. ഇപ്പൊ എല്ലായിടത്തും വൃത്തികേടാക്കി ഞാൻ ക്ലീൻ ചെയ്യണ സാധനം പുറകെ കൊണ്ട് നടക്കേണ്ടി വരും. ഓ മൈ ഗോഡ്. ആരോ വന്നു. ആരും വന്നില്ല. പിന്നെ കോഴി അറ്റാക്ക് ചെയ്ത് കൊന്നേനെ. അതെ, ഇത്രയും കോഴി. കോഴിയാണ് വെറുതെ നിന്നോളും. അന്ന് നീ ചവിട്ടിയാലൊന്നും ചെയ്യില്ല. അത് അതിന് പഠിച്ചു പോകും. പിന്നെ ഈ ടീച്ചർ അനാവശ്യ പേടിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവി. പിന്നെ ഇച്ചു എൻ്റെ അടുത്ത് മാറ്റാനായിട്ട് തീറ്റ കൊടുക്കാൻ പോവാണ്. ഓ ഭാഗ്യം, രക്ഷപ്പെട്ടു. ഗുഡ് ജോബ്, വെരി ഗുഡ്. നമുക്ക് അത്ര സമയമുള്ളൂ. പോണണ്ടീറ്റ നടക്കോ? അല്ല ചോദിക്കണ്ട ഇച്ചിനോട് നടക്കുമെന്ന്. കൈക്ക് പണിയെടുക്കാത്തോണ്ടേ മുഖത്തേക്ക് ഡിറ്റ പണിയെടുക്കുന്നു. ഡിറ്റ
മീൻ ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങൾ. അടുത്ത് കോഴികൾ, താറാവുകൾ ക്യൂ നിൽക്കുന്നു. ഡിറ്റ ധൈര്യവതിയായി തുടങ്ങി. ഞാൻ ഇങ്ങനൊക്കെ നിന്ന് ഡിറ്റ ചെയ്ത് യജമീൻ നന്നാക്കുന്നു. അവിടെ കോഴിയുടെ കുഞ്ഞിനെ കൂടി അടി പോടാ 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 പോടാന്നല്ല പൊടീനാണ്. പൊടി പൊടി പൊടി. അപ്പൊ നമ്മൾ ഏകദേശം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി വെളുപ്പിക്കാനുണ്ട്, കുറച്ചുകൂടി വെളുപ്പിക്കാനുള്ളൂ. ഈ തൊലിയൊക്കെ കളയണം. അതാണ് ഡിറ്റ ചെയ്യുന്നത്. കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത ഡിറ്റ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇട്ട പൊടി വെള്ളത്തിട്ട് പെട്ടെന്നാവും. എന്തായി? അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തു. തല താറാവിനും തന്നെ കൊടുത്തു. ബാക്കി ബോഡി കുറച്ചുകൂടി ക്ലീനിങ് പരിപാടി ഉണ്ട്. ആ വെള്ളം ഇവിടെ കളഞ്ഞോ? അല്ല വെള്ളം കളയാൻ്റെ പുളി കിടക്കുമ്പോൾ കുറച്ച് വൃത്തിയാവുള്ളൂ. റെഡി നായി മീൻ പിടിച്ച് നിൻ്റെ ഫോട്ടോ എടുക്കാം. വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ നന്നായിട്ട് വെളുക്കണ്ട. മറ്റേ യൂട്യൂബിൽ കണ്ട സാധനം സക്സസ്. ഇപ്പുറത്ത് കാണുന്നതൊക്കെ കണ്ട സിമ്പിൾ. അപ്പോൾ സക്സസ് ആണ്ടാ. ജസ്റ്റ് ഒന്ന് തുടച്ചത്. ഒരു മീൻ ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി വെളുപ്പിച്ചു. ഇരുട്ടായി അങ്ങനെ നമ്മൾ മീനെ ഞാൻ 1 മണിക്കൂർ കുളിപ്പിച്ചു. കട്ടിങ് ആണ്. ഞാനിവിടെ മസാല ആക്കി വെച്ചേക്കാണ്. കയ്യിന് നീര് തുടങ്ങും. ഇച്ചിരി തരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓ നീ എന്നെ വെയിറ്റ് ചെയ്യണോ? അല്ല, ചിലപ്പോ നാളെ ഡിറ്റയുടെ മസാല തേച്ചിട്ട് ഡിറ്റയ്ക്ക് എന്നെ കോൺഫിഡൻസ് നാളെ എങ്ങനെ ടോയ്ലറ്റിൽ പോകുന്നു അല്ല. ഗുഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ മിൽമ ബട്ടർ. ബട്ടർ നല്ലതാണ്. ഇത് ഫുള്ളാ. എന്റെ മാതാവേ, നമ്മ തട്ടി പോയിച്ചു. പിന്നെ ബട്ടർ കട്ട് പകുതി പാതില്ലേ. സോൾട്ടി അല്ല ഭയ സോൾട്ടിയാണ്. ചിലപ്പോ പൊടി അങ്ങനെയുണ്ടല്ലേ. ആദ്യം നമുക്ക് ഹാഫ് ഇടാം. ഓ, പിന്നെ മറിച്ചിടും. അടുത്ത ഹാഫ് ഇടാം. ഇതാണോ ചട്ടി ഓണക്കാണ്ട്? അതല്ല ക്യാമറ. ഇത് നമുക്ക് സ്ലോ കുക്ക് ചെയ്യാം. എന്തായാലും 4 മണിയായി. പോയി മമ്മി ഇല്ലാത്ത തിരിച്ചു നോക്കണ്ടതാണ്. എന്നിട്ട് എനിക്ക് മമ്മി ഉണ്ടെങ്കിൽ എനിക്ക് 12 മണിക്ക് മമ്മീനെ വിളിച്ച് ഫുഡ് തന്നേനെ. ഇതിപ്പോ ഇച്ചു ഇതെങ്ങനെ വെക്കണം? ഇങ്ങനെ അങ്ങനെ ആദ്യം ഇട്ട് ഇങ്ങനെയാ കണ്ട. ഈ പാത്രത്തിന് കറക്റ്റ്. മറ്റേ പാത്രം വെച്ച് എങ്ങനെ പൊളിക്കും. നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് പൊളിച്ചുണ്ട്. അയ്യോ പൊട്ടറ്റോ അടിച്ചിട്ടില്ല. പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടില്ല. ശരിക്കും ഇംഗ്ലീഷുകാരാണെങ്കിലേ കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞു. ഇതൊക്കെ ഇതിന്റെ ഈ സാധനം തീർക്കണം. ഇതൊക്കെ നോക്കിയ ഇതായി ഉള്ളിത്തെ പോലീസാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിരിക്കുന്നു. അലുവ കഷ്ണം പോലെ മീൻ കഴിക്കിട്ട് വരാൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. നല്ല അഭിനയം. ശരിക്കും യമ്മി. നല്ല എന്റേതാ അങ്ങനെയൊന്നുമില്ല. നാരങ്ങ ഒഴിക്കട്ടെ. ഡേറ്റ് ഞാൻ അടുത്ത ബിയറൊക്കെ അടിച്ച് ഉച്ചക്ക് അല്ല വൈകിട്ട് 5 മണിക്ക്. 4 മണിയായി. വളരെ നേരത്തെ. അതിട്ട് ഇത്ര നേരത്തെ കഴിക്കണം.
ഇതാണ് അതിന്റെ ബട്ടറിൽ വറുത്ത മുട്ട. കഴിക്ക്. അതിന്റെ കൂടെ സൈഡ് ടച്ച് ചെയ്യാൻ സബോള. ഇതിന് രസമുണ്ട്. Nice. Yummy. This is called Sunday lunch. Good. I like it. So, for you.